ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എല്ലാം കഴിഞ്ഞ് ഇനി മെയിൻസിനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ ഒരുപാട് പേര് വളരെ ഇഷ്ടത്തോടെ നോക്കിക്കാണുന്ന ഒരു പോസ്റ്റ് ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പരീക്ഷയിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ സ്പെഷ്യൽ ടോപ്പിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട് അല്ലെ. അപ്പൊ അവിടെയാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ. അയ്യോ, ഇത് എങ്ങനെയാ പഠിക്കേണ്ടത്, ഇത് കുറച്ച് പാടാണല്ലോ, ഇതുവരെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളാണല്ലോ എന്നൊക്കെ. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി എങ്ങനെ പഠിക്കണം എന്നുള്ള ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ സബ്ജക്റ്റുകളെ പോലെ തന്നെയും ഈ ഒരു സബ്ജക്ട് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതോടൊപ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് കൂടെ പോകാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പൊ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക. ആദ്യം തന്നെ ഇവിടെ ഞാൻ എടുക്കുന്ന ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ആ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ ആണ്, എഡ്യൂക്കേഷൻ കമ്മീഷൻ ആൻഡ് ആക്ട്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ആണ്. ഇതിന്റെ സെക്കൻഡ് മൊഡ്യൂൾ നമ്മൾ ആപ്പിലേക്ക് എടുക്കുന്നത് നമ്മുടെ അനിൽ കുമാർ സാറാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ അവർ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ എഡ്യൂക്കേഷൻ കമ്മീഷനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റ് കമ്മീഷനുകളെ പറ്റിയിട്ടും ആക്ടുകളെയൊക്കെ പറ്റിയിട്ടാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കാനായിട്ടുള്ളത്. ഇനി ഈ ഒരു മൊഡ്യൂളിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യത്തിന്റെ പാറ്റേൺ എങ്ങനെയാന്ന് വെച്ചാല് ഈ കമ്മീഷനുകൾ, അതായത് ഇപ്പൊ നിങ്ങൾ കാണുന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അങ്ങനെയുള്ള കമ്മീഷനുകളുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടും അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറെ ഇൻട്രൊഡക്ഷൻ രീതിയിലുള്ള കുറെ ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ ഇത് കാണുമ്പോൾ ഒരുപാട് ഡെപ്തിൽ ചോദിക്കുമോ, അങ്ങനെയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും നിങ്ങൾ ഡൗട്ട് അടിക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻസ് ഇതുവരെ ചോദിച്ച പാറ്റേൺ വെച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഒരിക്കലും പഠിക്കുമ്പോൾ വളരെ സിമ്പിൾ ആക്കി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പോകരുത്. കാരണം നമ്മൾ പ്രിലിംസ് കഴിഞ്ഞ് ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷ എഴുതുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. ഒരുപാട് പേര് സ്വപ്നം കണ്ടിട്ടുണ്ടാകും, പക്ഷെ അവർക്കൊന്നും നിങ്ങളുടെ ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ പോലും പറ്റിയിട്ടില്ല. അപ്പൊ നിങ്ങൾ അത്രത്തോളം മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇനി നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് കയറി ചെല്ലാനായിട്ട് സാധിക്കും. സോ ഇനിയുള്ള ആ ഒരു പരിശ്രമം എന്ന് പറയുന്നത് വളരെ ഡെപ്തിലായിരിക്കണം. നമ്മൾ ഒരിക്കലും ഒരു സബ്ജക്റ്റും നമ്മൾ ചുമ്മാ ഓട്ടിച്ചു നോക്കി പോകരുത്. ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള A to Z ധാരണ ഉണ്ടെങ്കിൽ അവരെ എത്ര തരത്തിലുള്ള ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അതിന്റെ ബേസിക് കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ഓക്കെ, അതുകൊണ്ട് ഇതൊന്നും കണ്ട് നിങ്ങളൊന്നും പേടിക്കൊന്നും വേണ്ട. ഏതൊരു സബ്ജക്റ്റും പുതിയതായിട്ട് പഠിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാണ്. അതിപ്പോ നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചപ്പോഴും ജോഗ്രഫി പഠിച്ചപ്പോഴും ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടില്ലേ? പക്ഷെ വൺസ് നിങ്ങൾ അത് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയ്യേ ഇത് ഇത്രയൊക്കെ ഉള്ളോ എന്നുള്ള ഒരു സ്റ്റേജിലോട്ട് നിങ്ങൾ പോയിട്ടുണ്ടാവത്തില്ലേ? അതേപോലെ തന്നെ ഉള്ളൂ ഏതൊരു സബ്ജക്റ്റും. അതിപ്പം ഇവിടുത്തെ ആയിക്കോട്ടെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റിലെ ഇമ്പോർട്ടന്റ് ആക്ട്സ് ആയിക്കോട്ടെ, അതൊന്നും നമ്മളെ എന്ത് ചെയ്യത്തില്ല. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ജോലിയാണ്. അതിനുവേണ്ടി നമ്മൾ എന്തും നമ്മൾ പഠിച്ച് നേടിയിരിക്കും. വളരെ കുറച്ച് മാർക്കേ ഉള്ളൂ, പക്ഷെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്താൽ നമുക്ക് ഏറ്റവും ടോപ്പ് റാങ്കിൽ എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ മക്കളെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ സിലബസിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റിയിട്ടാണ് നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, 1948-49 വന്നിട്ടുള്ള യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, നമ്മുടെ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന കമ്മീഷനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ പഠിക്കണം. അവരുടെ മേജർ റെക്കമെൻഡേഷൻസ് കണ്ട് അവിടെ എടുത്തു പറയുന്നുണ്ട്. ഇവരുടെ എന്ത് പഠിക്കണം? മേജർ റെക്കമെൻഡേഷൻസ്, ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മേജർ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചേ പറ്റുള്ളൂ എന്ന് എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ പോലെ തന്നെ ഉള്ള മറ്റൊരു കമ്മീഷനാണ് ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. 50 to 53 ടൈമിലാണ് ഈ ഒരു സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്നിട്ടുള്ളത്. അവരുടെ മേജർ റെക്കമെൻഡേഷൻസ് നമുക്ക് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, സിമ്പിൾ കാര്യമാണ്. നമ്മൾ അത് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ച് കംപ്ലീറ്റ് ആക്കും കേട്ടോ. ഇനി നമുക്ക് ഉള്ള ഒരു ആക്ട് പഠിക്കാനുണ്ട്, UGC ആക്ട്. UGC ആക്ടിന് മുമ്പായിട്ട് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷനെ പറ്റി പഠിക്കും. അതുമായി ബന്ധപ്പെട്ട ആക്ടും പഠിക്കും.
അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട കുറച്ച് അല്ലാതെയുള്ള കാര്യങ്ങളും നമുക്ക് അവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട്. മെയിൻ ആയിട്ട് പിന്നെ നമ്മൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഉണ്ട്, എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കോത്താരി കമ്മീഷനെ പറ്റിയിട്ട്, അതും നമ്മൾ പഠിക്കും. പിന്നെ നമുക്കുള്ളത് നാഷണൽ നോളേജ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോർഷൻ ആണ്, നമ്മൾക്ക് അത് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന പോർഷൻ ആണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഒന്ന് തുടക്കം ഇട്ടാലോ, ഒന്ന് പഠിച്ചു തുടങ്ങിയാലോ. എന്റെ കൂടെ വന്നിരുന്ന് ഒന്ന് കൂടെ ഇരുന്ന് അങ്ങ് പഠിക്കണേ, എന്റെ കൂടെ ഇരുന്ന് പഠിച്ചങ്ങ് കംപ്ലീറ്റ് ആക്കണേ. അങ്ങനെയെങ്കിൽ മക്കളെ ശ്രദ്ധിച്ചിരിക്കുക, നമ്മൾ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റി പഠിക്കാനായിട്ട് പോവുകയാണ്. യൂണിവേഴ്സിറ്റിയുടെ സ്പെഷ്യൽ ടോപ്പിക് ഇതാ ഇവിടെ തുടങ്ങുകയാണ്. ഫസ്റ്റ് ടോപ്പിക് ഏതാ മക്കളെ? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം, അതായത് എന്നാടാ കിട്ടിയത്? 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. സോ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ആദ്യമായിട്ട് വന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം, എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ് ഇത്, നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. എടാ മനസ്സിലാക്കി വെച്ചിരിക്കുക, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം 1948 ഈ ഒരു കമ്മീഷൻ വരുന്നത്. 47 സ്വാതന്ത്ര്യം കിട്ടുന്നു, 47 കമ്മീഷൻ വരുന്നു. അങ്ങനെ കമ്മീഷൻ വരുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഉയർന്ന വിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ആദ്യത്തെ പ്രധാന കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. മക്കളെ ശ്രദ്ധിക്കുക, ഇത് കേരളത്തിലെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊണ്ടുവന്നതല്ല. ഇത് എന്താണ്? ഇന്ത്യയിലെ ഉയർന്ന വിദ്യാഭ്യാസത്തിന്റെ നിലവാരം, ഉയർന്ന മീൻസ് ഉന്നത വിദ്യാഭ്യാസം, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ ഒക്കെ എന്ത് ചെയ്യണം? നിലവാരം മെച്ചപ്പെടുത്തണം. മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച ആദ്യത്തെ കമ്മീഷൻ ഏതെന്ന് ചോദിച്ചാൽ അവിടെ ഒരു സംശയവും തോന്നരുത്, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1948 ആണ്. ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ ചോദിക്കുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച ആദ്യ കമ്മീഷൻ അത് 1948 യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. മനസ്സിലാക്കി വെച്ചിരിക്കുക, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയിലെ സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത്, സ്കൂൾ തലത്തിലല്ല, സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, ആവശ്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ്, എന്തൊക്കെ പുതിയതായിട്ട് കൊണ്ടുവരണം, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയിട്ട്, സർക്കാരിന് അത് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഏത് കമ്മീഷൻ രൂപീകരിച്ചത്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ രൂപീകരിച്ചത്. മനസ്സിലായോ? ഒന്നും കൂടെ പറയട്ടെ. അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് സർവകലാശാല വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെ മാറ്റങ്ങളും എന്തൊക്കെ പരിഷ്കാരങ്ങളുമാണ് കൊണ്ടുവരേണ്ടത്, അതിനെപ്പറ്റി പഠിക്കാനും അതിനു വേണ്ടുന്ന നിർദ്ദേശം സമർപ്പിക്കാനും വേണ്ടി നമ്മുടെ സർക്കാർ ആദ്യമായിട്ട് കൊണ്ടുവന്ന കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പോ ആ ഒരു കാര്യം ക്ലിയർ ആയി എന്ന് കരുതിക്കോട്ടെ. അങ്ങനെയെങ്കിൽ എന്നാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചതെന്ന് അറിയാമോ? ഡേറ്റ് നോക്കി വെച്ചിരിക്കുക. 1948 നവംബർ മാസം 4-ാം തീയതിയാണ്. എന്നാണ്? 1948 നവംബർ മാസം 4-ാം തീയതിയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ പോയിന്റ്സ് കിട്ടിയെന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആണ്. നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ റീസ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ആദ്യത്തെ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കമ്മീഷന്റെ രൂപീകരണമായിരുന്നു. എന്നാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ 1948 നവംബർ മാസം 4-ാം തീയതിയാണ്
രൂപീകരിച്ചത്? എടാ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു എന്നറിയാമോ? അത് നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു. ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ കമ്മീഷനെ പൊതുവെ വിളിക്കുന്ന പേര് എന്താണെന്നറിയാമോ? രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണ്. എന്താണ്? യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ മറ്റൊരു പേരെന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് വിളിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ എന്താ നമ്മൾ പറയുന്നത്? അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആയതുകൊണ്ട്. അതുകൊണ്ടാണ് ആ കമ്മീഷനെ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് വിളിച്ചത്. മനസ്സിലായോ? അപ്പോ ഈ 1948 നവംബർ 4 രൂപീകരിച്ച ഈ ഒരു കമ്മീഷൻ സർവകലാശാലകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പാഠ്യപദ്ധതി, അധ്യാപന രീതി, അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷാ സംവിധാനം, അധ്യാപകരുടെ ആ ഒരു മോഡ് ഓഫ് ടീച്ചിങ്, അതിനെയൊക്കെ കുറിച്ച് പഠിച്ച് അതിനെയൊക്കെ വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക എന്നതായിരുന്നു അതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിന്റെ ആ ഒരു ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ചോദിച്ചാല് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ വിവിധ ആസ്പെക്റ്റുകളെ പറ്റി പഠിക്കുക, എന്നിട്ട് അത് റീഓർഗനൈസ് ചെയ്യാനും പരിഷ്കരിക്കാനും റിഫോം ചെയ്യാനും വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നതായിരുന്നു ഈ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ചെയർമാൻ ആരാണെന്ന് പഠിച്ചു? NK സിദ്ധാന്തയാണെന്ന് പഠിച്ചു അല്ലെ? അങ്ങനെയെങ്കിൽ ഇവിടുത്തെ മെമ്പേഴ്സ് എത്ര പേരുണ്ടായിരുന്നു എന്നറിയാമോ? മൊത്തത്തിൽ 10 പേരായിരുന്നു ഉണ്ടായിരുന്നത്. മക്കളെ ശ്രദ്ധിക്കണേ, ചെയർമാൻ ഉൾപ്പെടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനിൽ അല്ലെങ്കിൽ രാധാകൃഷ്ണൻ കമ്മീഷനിൽ എത്ര പേരുണ്ടായിരുന്നു? 10 പേരുണ്ടായിരുന്നു എന്ന് ഓർത്തു വെച്ചിരിക്കുക. ഇനി ഈ കമ്മീഷൻ അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് നടത്തിയത് എന്നാണെന്ന് അറിയാമോ? അത് 1948 ഡിസംബർ 6 എന്നാണ്. 1948 ഡിസംബർ 6 കമ്മീഷൻ അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് ന്യൂഡൽഹിയിൽ വെച്ച് നടത്തുന്നത്. അങ്ങനെ ആ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് അതിനെ അഡ്രസ് ചെയ്തത് നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ് അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നു. എടാ, ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ഈ എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റി എടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, കോണ്ടന്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് ഇവരുടെ ഒറിജിനൽ റിപ്പോർട്ട് ഉണ്ട്. നമുക്ക് റെഫറൻസ് ആയിട്ട് എടുക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയാന്ന് ചോദിച്ചാല് ഇവരുടെ ഒറിജിനൽ റിപ്പോർട്ട് ഉണ്ട്. ആ റിപ്പോർട്ടിനകത്ത് തന്നെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് കുറെ കാര്യങ്ങൾ ഇതേപോലെ കൊടുത്തിരിക്കും. മെമ്പർ സെക്രട്ടറി ഇദ്ദേഹമായിരുന്നു, 10 പേരുണ്ടായിരുന്നു, ഇന്ന ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്, അതിന്റെ ഫസ്റ്റ് മീറ്റിംഗ് ഇവിടെ നടത്തി തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒറിജിനൽ ഇവർ സമർപ്പിച്ച ഒറിജിനൽ റിപ്പോർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മൾ റെഫറൻസ് ആയിട്ട് ബേസിക് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി അതല്ലാതെ നമുക്ക് ഇഗ്നൗ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ഇഗ്നൗവിന്റെ നോട്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നെറ്റിൽ നോക്കിയാൽ കിട്ടും. അതേപോലെ തന്നെ വിവിധ റിസർച്ച് ഓർഗനൈസേഷൻസ്, വലിയ സ്ഥാപനങ്ങള് ഇതിനെ പറ്റി, ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അവരുടെ ആർട്ടിക്കിൾസും ഒക്കെ നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. സോ അതിൽ നിന്നെല്ലാം കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് റിപ്പോർട്ട് എടുക്കാം, ഒറിജിനൽ റിപ്പോർട്ട് നിന്നും പോയിന്റ്സ് കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ നോട്ട്സിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാം. അതേപോലെ തന്നെ വിവിധ സ്ഥാപനങ്ങളുടെ ആർട്ടിക്കിൾസിൽ നിന്നൊക്കെ നമുക്ക് കാര്യങ്ങളെ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നോട്ട്സ് പ്രിപ്പറേഷൻ നടന്നിട്ടുള്ളത്. അപ്പൊ ഡൗട്ട് ഉള്ളവർക്ക് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പൊ മക്കളെ കിട്ടിയല്ലോ, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ധാരണ കിട്ടിയല്ലോ. ഇനി ഈ കമ്മീഷനില് എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക, ആരൊക്കെ ആയിരുന്നു എന്ന് പഠിച്ചു വെച്ചിരിക്കുക.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനിൽ ഉൾപ്പെടുന്നത് ആര് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. എപ്പോഴും ഞാൻ പറയാറില്ലേ, എപ്പോഴും നമ്മളൊരു ഹൈ ലെവലിൽ നിന്നുകൊണ്ട് വേണം പ്രിപ്പയർ ചെയ്യാൻ. ഒരിക്കലും കഴിഞ്ഞ വട്ടത്തെ PSC അങ്ങനെയാണ്, അതുകൊണ്ട് ആ ലെവലിലെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യില്ല. നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് എഴുതിയ കുട്ടികളല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ രീതിയിലുള്ള ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണോ പ്രിലിംസിന് ചോദിച്ചത്? അല്ല, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ചോദിച്ചത്. സോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാ, ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് മുകളിൽ നിന്ന് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് PSC കുറച്ച് ടൈറ്റ് ആക്കിയാലും നമുക്കത് ഈസി ആയിട്ട് തന്നെ തോന്നും, കാരണം നമ്മൾ കുറച്ച് ഹൈ ലെവലിൽ നിന്നുകൊണ്ട് പ്രിപ്പയർ ചെയ്തത് കൊണ്ട് തന്നെ കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ച് പഠിക്കണേ. ഓക്കെ, അപ്പൊ നമുക്ക് മെമ്പേഴ്സ്, ഈ കമ്മീഷനിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഡോക്ടർ താരാചന്ദ്രൻ, ജെയിംസ് എഫ് ഡഫ്, സക്കീർ ഹുസൈൻ, ആർദർ ഇ മോർഗൻ, ലക്ഷ്മണ സ്വാമി മുതലിയാർ, മേഘനാഥ് സാഹ, കരം നാരായൺ ബാഹൽ, ജോൺ ജെ ടൈഗർ, നിർമ്മൽ കുമാർ സിദ്ധാന്ത. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ NK സിദ്ധാന്ത മെമ്പർ സെക്രട്ടറി ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഡോക്ടർ S രാധാകൃഷ്ണൻ. അങ്ങനെ മൊത്തത്തില് 10 പേരടങ്ങുന്ന ഒരു കമ്മീഷനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ പേരൊന്ന് 2-3 തവണ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കിയാൽ മതി. താര, ജെയിംസ്, സക്കീർ ഹുസൈൻ, മോർഗൻ, ലക്ഷ്മണസ്വാമി മുതലിയാർ, മേഘ്നാഥ് സാഹ, കരം നാരായൺ ബാഹൽ, ജോൺ ജെ ടൈഗർട്ട്, NK സിദ്ധാന്ത, ഡോക്ടർ S രാധാകൃഷ്ണൻ. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്തോർത്ത് ഏതെങ്കിലുമൊക്കെ പേരുകൾ വിട്ടുപോകുമ്പോ അങ്ങനെ ഓർത്തോർത്ത് വരുമ്പോഴത്തേക്കും അതങ്ങ് സെറ്റ് ആയിക്കോളും. ഓക്കെ, അങ്ങനെയെങ്കിൽ മക്കളെ നമുക്ക് പ്രധാനമായും മീൻസ് നമുക്ക് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ പഠിച്ചത് എന്താണ്? ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു കമ്മീഷനുമായി ബന്ധപ്പെട്ട ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇവർക്ക് പഠിക്കാനായിട്ട് കൊടുത്തിരുന്ന മേഖലകൾ എന്തൊക്കെയാണ്. അതായത് സർക്കാർ ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പം 1948 ഇത് രൂപീകരിക്കുന്നത് തന്നെ ഉന്നത വിദ്യാഭ്യാസത്തെ പറ്റി പഠിക്കാനാണ്. അപ്പൊ ഉന്നത വിദ്യാഭ്യാസത്തെ പറ്റി പഠിക്കണം എന്ന് പറയുമ്പോൾ ഏതൊക്കെ മേഖലകളിൽ അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ പഠനം നടത്തി റിപ്പോർട്ട് കൊടുക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അവർ പഠനം നടത്തുന്ന മേഖലകൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇവർ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്നാണ്, എന്തൊക്കെ ഉത്തരവാദിത്തങ്ങളാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതിനുശേഷം വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട ഇവർ മുന്നോട്ട് വെച്ച റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ടേംസ് ഓഫ് റെഫറൻസ് of the commission were to consider and make recommendation in regard to. Okay, എന്തൊക്കെ കാര്യങ്ങളിലാണ് കമ്മീഷൻ എന്ത് ചെയ്യേണ്ടത്, പഠിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതെന്ന് ചോദിച്ചാല് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. ആദ്യത്തെ കാര്യം എന്താണ്, നമ്മുടെ ഇന്ത്യയിലെ സർവകലാശാലകളിലെ വിദ്യാഭ്യാസത്തിന്റെയും ഗവേഷണത്തിന്റെയും ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്. അതായത് നമ്മള് ഇന്ത്യയില് ഒരു ഉന്നത വിദ്യാഭ്യാസം, ഒരു യൂണിവേഴ്സിറ്റി സ്ട്രക്ചർ വരുന്ന സമയത്ത് അവർ അതിലൂടെ ലക്ഷ്യം വെക്കേണ്ടത്, ആ ഒരു സ്ട്രക്ചർ കൊണ്ടുവന്നിട്ട് അവർ അതിലൂടെ റിസൾട്ട് ഉണ്ടാക്കേണ്ടത് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കേണ്ടത്, അവരുടെ ഉദ്ദേശങ്ങള് ലക്ഷ്യങ്ങള് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്. മനസ്സിലായോ? ദ എയിംസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ അതുപോലെ തന്നെ റിസർച്ചിന്റെയും എന്താണ് ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും എന്തൊക്കെയായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം അത് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, ആ കാര്യത്തിൽ എന്ത് ചെയ്യണം, ഇവർ പഠനം നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? അപ്പൊ ആദ്യത്തെ കാര്യം കിട്ടി. ഇതൊക്കെ നമ്മുടെ ആ റിപ്പോർട്ട്, ഒറിജിനൽ റിപ്പോർട്ടിനകത്തുള്ള പോയിന്റ്സ് ആണ് കേട്ടോ, അതൊന്ന് പഠിച്ചു വെച്ചേക്കണേ. അപ്പൊ ആദ്യത്തെ കാര്യം നമുക്ക് കിട്ടിയല്ലോ. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഇവരെന്തിലായിരുന്നു ആദ്യം പഠനം നടത്തേണ്ടത്, ഇന്ത്യയുടെ യൂണിവേഴ്സിറ്റികളുടെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും എന്തായിരിക്കണം എന്നത് ഇവര് പഠനം നടത്തുക. അതേപോലെ തന്നെ the changes considered necessary and desirable in the constitution, control, functions and jurisdiction of universities in India and their relation with governments സെൻട്രൽ ആൻഡ് പ്രൊവിൻഷ്യൽ എന്ന് പറയുന്നു. അതായത് നമ്മുടെ ഇന്ത്യയിലെ സർവകലാശാലകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട്, അതിന്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട്, അതിന്റെ ഫങ്ഷൻസ് എന്തെല്ലാം ആയിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട്, ഓരോ യൂണിവേഴ്സിറ്റികളുടെയും പരിധി എങ്ങനെ ആയിരിക്കണം, അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നിർബന്ധമായും മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ്
അടുത്തതായിട്ട് അവര് പഠിക്കേണ്ട കാര്യം മനസ്സിലായോ? ഞാൻ ഒന്നും കൂടെ പറയുന്നു. ആദ്യം പഠിക്കേണ്ടത് ഒരു യൂണിവേഴ്സിറ്റി റിസർച്ചിന്റെ ഒക്കെ ആ ഒരു ഉദ്ദേശം ലക്ഷ്യം എന്തായിരിക്കണം എന്നതായിരുന്നു. രണ്ടാമതായിട്ട് അവർ മെയിൻ ആയിട്ട് പഠിക്കേണ്ട അല്ലെങ്കിൽ അതിനെപ്പറ്റി റിസർച്ച് നടക്കേണ്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ എന്താണ് സർവകലാശാലകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് രൂപീകരിക്കേണ്ടത്, അതിന്റെ കൺട്രോളിങ് എങ്ങനെയായിരിക്കണം, അതിന്റെ ഫങ്ഷൻസ്, ഒരു യൂണിവേഴ്സിറ്റിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കണം, ഓരോ യൂണിവേഴ്സിറ്റിക്കും ഉള്ള ആ ഒരു അധികാര പരിധി എന്തൊക്കെയായിരിക്കണം, ഇതിനെ പറ്റി പഠിക്കണം എന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? ക്ലിയർ ആണോ? അപ്പൊ ആ രണ്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചോട്ടെ. ക്ലിയർ ആയെങ്കിൽ ക്ലിയർ ആയെന്ന് പറയണേ മക്കളെ. വെറുതെ ക്ലാസ് കണ്ടങ്ങ് പോവരുത് കേട്ടോ. നിങ്ങൾ ആരൊക്കെ കാണുന്നുണ്ടെന്നും നിങ്ങൾക്ക് ഈ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് അത് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നൊന്നും നമുക്കൊന്ന് അറിയാൻ ഒരു ആഗ്രഹം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വായിട്ടലച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതല്ലേ. അപ്പൊ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ, നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടോ ഒക്കെ അറിയാൻ ഞങ്ങൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണെന്ന് അറിയാമോ? അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനെ പറ്റി നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ശ്രദ്ധിച്ചിരുന്നേ. രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇവര് റെക്കമെൻഡേഷൻസ് നടത്തേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരും എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, അതായത് യൂണിവേഴ്സിറ്റികളുടെ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും എന്തൊക്കെയായിരിക്കണം. രണ്ടാമത് അവരുടെ കൺട്രോളിങ് എങ്ങനെയായിരിക്കണം, അവരെ രൂപീകരിക്കേണ്ടത് എങ്ങനെയാണ്, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കണം, അവരുടെ അധികാരം ജുറിസ്ഡിക്ഷൻ എന്തൊക്കെയായിരിക്കണം, അതുമായി ബന്ധപ്പെട്ട എന്ത് ചെയ്യാം, റെക്കമെൻഡേഷൻ കൊടുക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരുടെ ഫിനാൻസ് ആണ്. അവരുടെ ആ ഫിനാൻസ് എങ്ങനെയായിരിക്കണം കൊണ്ടുപോകേണ്ടത്, അവർക്ക് സഹായം നൽകേണ്ടത് ആരാണ്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് എങ്ങനെയാണ്, അവരുടെ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യമാണ് എങ്ങനെ വേണമെന്ന് നിർദ്ദേശം സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അതുപോലെ തന്നെ അടുത്തൊരു കാര്യം നോക്കിക്കേ. എന്താ പറയുന്നത്? നോക്കൂ, the maintenance of the highest standard of teaching and examination in the universities and colleges under their control. അതായത് ഇവര് പ്രധാനമായും ചെയ്യുന്നത്, നമുക്കിപ്പോ ഒരു യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ കൃത്യമായിട്ട് അവിടെ ഒരു ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം അല്ലെ? സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അങ്ങ് പഠിപ്പിച്ചു പോയാൽ മതിയോ? അല്ല, ടീച്ചിങ്ങിലായിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് അവരുടെ ആ ഒരു എക്സാമിനേഷൻസിലായിക്കോട്ടെ, അതിലൊക്കെ എന്ത് ചെയ്യണം? അതിനകത്തൊക്കെ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോ ഈ യൂണിവേഴ്സിറ്റികളുടെയും അവരുടെ നിയന്ത്രണത്തിലുള്ള കോളേജുകളിലെയും അധ്യാപനം എങ്ങനെ ആയിരിക്കണം, പരീക്ഷകൾ എങ്ങനെ നടത്തണം, എങ്ങനെ അതിനകത്ത് ഉയർന്ന നിലവാരം നിലനിർത്താൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് പറഞ്ഞു? അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം സമർപ്പിക്കാൻ ഇവരോട് പറയുകയുണ്ടായി. ആരോട് പറഞ്ഞു? നമ്മുടെ കമ്മീഷനോട് പറഞ്ഞു. ആര് പറഞ്ഞു? കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു എഡ്യൂക്കേഷൻ വിങ് പറയുകയുണ്ടായി. മനസ്സിലായോ? അപ്പോ എന്തൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞത്? എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ആണ്. രണ്ടാമത് പറഞ്ഞത് അവരുടെ കൺട്രോള്, മീൻസ് എന്താണ് കൺട്രോള്, ഫങ്ഷൻസ്, ജുറിസ്ഡിക്ഷൻ ഒക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം പഠിച്ചു പറയാൻ പറഞ്ഞു. ഇവരുടെ ഫിനാൻസ് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് പറയാൻ പറഞ്ഞു. പിന്നെ അടുത്ത പറഞ്ഞ കാര്യം എന്താണ്? എങ്ങനെയാണ് അവരുടെ ടീച്ചിങ്ങിലും എക്സാമിനേഷൻസിലും ഒക്കെ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പഠിച്ചിട്ട് പറയാൻ ഇവരോട് പറഞ്ഞു. ഇനി അടുത്തത് എന്താ പറയുന്നത്? ദ സ്റ്റാൻഡേർഡ് ഓഫ് അഡ്മിഷൻ ആണ്. അതായത് ഇവിടെ അഡ്മിഷൻ പ്രൊസീജിയർ, യൂണിവേഴ്സിറ്റികളുടെ പ്രവേശനമുണ്ടല്ലോ, അത് വളരെ സുതാര്യമാക്കുന്നതിന് വേണ്ടി പ്രവേശന പരീക്ഷകൾ ഏത് രീതിയിൽ നടത്തണം, അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ഇവരോട് പറയുകയുണ്ടായി. മാത്രമല്ല അവിടെ എടുത്തു പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് മൗലിക അവകാശത്തിന് വിരുദ്ധമായ പ്രവേശന നടപടികൾ. അപ്പൊ ഒരാളുടെ വിവേചനം കൊണ്ടുവരുന്ന ആ കോളേജില് ഇന്ന ജാതിയിൽപ്പെട്ട ഒരാള് വരാൻ പാടില്ല, അങ്ങനെയൊന്നും ഒരു കോളേജിലും കൊണ്ടുവരാൻ പാടില്ല. അതായത് അത് മൗലികാവകാശ ലംഘനമാണ്. സോ മൗലികാവകാശത്തിന് വിരുദ്ധമായ പ്രവേശന നടപടികള് ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അവിടെ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അത് അവിടെ മൗലികാവകാശ ലംഘനത്തിന് കാരണമാകുന്ന ഏതെങ്കിലും ഒരു രീതി അവർക്ക് കൊണ്ടുവരാൻ ഒരു അധികാരം ഏതെങ്കിലും യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു നിർദ്ദേശം കൂടി കൊണ്ടുവരാൻ നമ്മുടെ കമ്മീഷനോട് ആവശ്യപ്പെടുകയുണ്ടായി. മനസ്സിലായോ? അപ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് അഡ്മിഷൻ, അഡ്മിഷന്റെ ആ ഒരു പ്രവേശന നിലവാരം കൂട്ടണം. അതേപോലെ തന്നെ
ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവേശന നടപടികളും അവിടെ സ്വീകരിക്കാൻ പാടുള്ളതല്ല. സോ അതുമായി ബന്ധപ്പെട്ട എന്ത് നിർദ്ദേശം കൊണ്ടുവരാം എന്നുള്ളത് അവരോട് പറയുകയുണ്ടായി. മനസ്സിലായോ? എടാ ക്ലിയർ ആണോ? അപ്പൊ ഒന്ന് പെട്ടെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇവരോട് പഠനം നടത്താൻ പറഞ്ഞ വിഷയങ്ങൾ ഏതൊക്കെയായിരുന്നു? അവരുടെ ഈ ഒരു എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെ എയിംസും ഒബ്ജക്റ്റീവ്സും എന്തൊക്കെയാണ്, അവരുടെ കൺട്രോളിങ്, അവരെ എങ്ങനെ രൂപീകരിക്കണം, അവരുടെ അധികാര പരിധി, അവരുടെ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കണം, അവരുടെ ഫിനാൻസ് എങ്ങനെ ആയിരിക്കണം, ടീച്ചിങ്ങിലും എക്സാമിനേഷനിലും എങ്ങനെയാണ് ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്, അതേപോലെ തന്നെ അഡ്മിഷൻ പ്രൊസീജിയറിലേക്ക് പോകുമ്പോൾ എങ്ങനെ അതിന്റെ നിലവാരം നിലനിർത്താൻ പറ്റും, ഏതൊക്കെ തരത്തിൽ നമ്മുടെ അവകാശത്തെ ലംഘിക്കാത്ത തരത്തിൽ അഡ്മിഷൻ കൊണ്ടുപോകാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ, പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അവരോട് ആവശ്യപ്പെടുകയുണ്ടായി. എടാ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ സർവകലാശാലകളിലെ അധ്യയന മാധ്യമം, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കണം, ഓക്കെ, ഏത് രീതിയിലായിരിക്കണം ഈ ഒരു ടീച്ചിങ് നടത്തേണ്ടത്, ഇപ്പൊ സാധാ ഭാഷയിലാണോ ഇംഗ്ലീഷിലാണോ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അതിനെ പറ്റി പഠിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ടും കമ്മീഷനോട് ആവശ്യപ്പെടുകയുണ്ടായി. മാത്രമല്ല ദ പ്രൊവിഷൻ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡി ഇൻ ഇന്ത്യൻ കൾച്ചർ, ഹിസ്റ്ററി, ലിറ്ററേച്ചർ, ലാംഗ്വേജസ്, ഫിലോസഫി ആൻഡ് ഫൈൻ ആർട്സ്. അതായത് നമ്മള് വെറുതെ ഒരു ബുക്ക് വായിച്ച് ഒരു കോഴ്സ്, ഓക്കെ, ആ കോഴ്സിന് അതിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് സർവകലാശാല തന്നെ പുറത്തിറക്കി കഴിഞ്ഞാല് സർവകലാശാല ആ കുട്ടികൾ എന്തേ ചെയ്തോളൂ, ആ ബുക്ക് മാത്രമേ വായിക്കത്തുള്ളൂ. പകരം കുട്ടികളുടെ ആ ഒരു ഇന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ഓരോ രീതി, നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഈ കുട്ടികൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? വിവിധ ബുക്കുകൾ വായിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെ? സോ അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ആയിരുന്നു നമ്മുടെ കമ്മീഷന് മുന്നോട്ട് വെച്ചത്. അപ്പൊ അതിനെ പറ്റി പഠിക്കാനായിട്ട് നമ്മൾ നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. ഇന്ത്യയുടെ സംസ്കാരം, അതുപോലെ ചരിത്രം, അതിന്റെ ഭാഷകള്, പിന്നെ നമ്മുടെ തത്വശാസ്ത്രം, കല, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉപരിപഠനം നടത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങള് ഓരോ യൂണിവേഴ്സിറ്റികളിലും എങ്ങനെ ഒരുക്കാം എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുകയുണ്ടായി. എങ്ങനെ അത് ഒരുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ കൊണ്ടുവരാം എന്നുള്ള ഒരു നിർദ്ദേശം സമർപ്പിക്കാൻ, അതിനെപ്പറ്റി പഠിക്കാൻ ആരോട് പറഞ്ഞു? അത് കമ്മീഷനോട് സർക്കാർ പറയുകയുണ്ടായി. മനസ്സിലായോ? അതായത് ഏതൊക്കെ കാര്യങ്ങളിലാണ്? കൾച്ചർ, ഹിസ്റ്ററി, ലിറ്ററേച്ചർ, ലാംഗ്വേജസ്, ഫിലോസഫി, ഫൈൻ ആർട്സ്, ഇതിലൊക്കെ അഡ്വാൻസ്ഡ് സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ എന്തൊക്കെ പുതിയതായിട്ട് കൊണ്ടുവരാം തുടങ്ങിയ കാര്യങ്ങളിൽ നിർദ്ദേശം പറയാനായിട്ട് ഇവരോട് പറയുകയുണ്ടായി. അതുപോലെ തന്നെ ദ നീഡ് ഫോർ മോർ യൂണിവേഴ്സിറ്റീസ് ഓൺ എ റീജിയണൽ ഓർ അതർ ബേസിസ്, ഓക്കെ, അതായത് എന്താണ്, കൂടുതൽ യൂണിവേഴ്സിറ്റികൾ, അല്ലെ, കൂടുതൽ പ്രാദേശികമായും മറ്റ് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, കൂടുതൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പഠിക്കാനായിട്ട് അവരോട് പറഞ്ഞു. മനസ്സിലായോ? പ്രാദേശികമായിട്ട്, റീജിയണൽ ആയിട്ട് എന്ത് ചെയ്യുക, കൂടുതൽ യൂണിവേഴ്സിറ്റികൾ രൂപീകരിക്കുക, അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ രൂപീകരിക്കുമ്പോൾ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാനായി അവരോട് പറയുകയുണ്ടായി. മാത്രമല്ല നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ എല്ലാ വിജ്ഞാന ശാഖകളിലെയും ഗവേഷണം ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും മുന്നോട്ട് വെക്കുകയുണ്ടായി. നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ എല്ലാ വിജ്ഞാന ശാഖകളിലും എന്ത് ചെയ്യുക, ഗവേഷണം, ഓക്കെ, ഗവേഷണം, റിസർച്ച് എന്ത് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക, റിസർച്ച് കുറച്ചും കൂടെ ഇംപ്രൂവ് ആക്കുക, അത് ശക്തിപ്പെടുത്തുക, അതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് കമ്മീഷനോട് നിർദ്ദേശിക്കാൻ പറയുകയുണ്ടായി. മനസ്സിലായോ? അപ്പൊ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കണം? കൾച്ചർ, ഹിസ്റ്ററി, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, ഫിലോസഫി, ഫൈൻ ആർട്സിലൊക്കെ ഉപരിപഠനം നടത്താൻ വേണ്ടുന്ന വ്യവസ്ഥകൾ എങ്ങനെയൊക്കെ കൊണ്ടുവരാം, അതെങ്ങനെ ഒരുക്കാം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ റീജിയണൽ ബേസിസിൽ കൂടുതൽ യൂണിവേഴ്സിറ്റികൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകള്, റിസർച്ച് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാൻ നമ്മളെ കമ്മീഷനോട്, അതിനെയൊക്കെ പറ്റി പഠിക്കാനാണ് നമ്മളെ കമ്മീഷനോട് ഇവര് ആവശ്യപ്പെട്ടത്. ഇനി അടുത്തൊരു കാര്യം എന്താണ്?
റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ യൂണിവേഴ്സിറ്റി. എടാ, ഓരോ യൂണിവേഴ്സിറ്റികളിലും അവിടെ മതബോധനം നടത്തേണ്ട രീതി, ഓക്കെ, മതബോധനം നടത്താൻ പാടുണ്ടോ അതോ പാടില്ലയോ, അതോ എന്ത് ലിമിറ്റേഷൻ അടിസ്ഥാനത്തിലായിരിക്കും അത് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ അവരോട് ആവശ്യപ്പെടുകയുണ്ടായി. മനസ്സിലായോ? സർവകലാശാലകളിലെ മതബോധനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. മനസ്സിലായോ? ക്ലിയർ ആണോ? അടുത്ത എന്താ പറയുന്നത്? സ്പെഷ്യൽ പ്രോബ്ലംസ്. എവിടെയൊക്കെ ഉള്ള സ്പെഷ്യൽ പ്രോബ്ലം? അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അതായത് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ക്യാരക്ടറുള്ള മറ്റ് സ്ഥാപനങ്ങളിലും സ്പെഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റി പഠിക്കാം. ഓക്കെ, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ പറ്റി പഠിച്ച് അത് സോൾവ് ചെയ്യാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനും കമ്മീഷന് ചുമതല കൊടുക്കും. കമ്മീഷൻ ഒരു വമ്പൻ പണിയാണ് കൊടുത്തല്ലേ. എന്തൊക്കെ കാര്യങ്ങളിലാണ് അവർ നിർദ്ദേശം സമർപ്പിക്കേണ്ടത്? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം സമർപ്പിക്കാൻ അവരോട് ആവശ്യപ്പെടുകയുണ്ടായി. ഇനി അടുത്ത എന്താ പറയുന്നത്? ദ ക്വാളിഫിക്കേഷൻസ്, conditions of service, salaries, privileges and functions of teachers and encouragement of original research by the teachers. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ അധ്യാപകരുടെ യോഗ്യതകള്, സർവീസ്, അവരുടെ സർവീസ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അവരുടെ ശമ്പളം, അവരുടെ അധികാരങ്ങള്, അവകാശങ്ങള്, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്ത് ചെയ്യുക? നിർദ്ദേശം സമർപ്പിക്കാനാണ് നമ്മുടെ കമ്മീഷനോട് പറഞ്ഞത്. അപ്പൊ കമ്മീഷന് കൊടുത്ത ചുമതലകള്, കമ്മീഷൻ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഈ ഒരു പഠനം നടത്തേണ്ടതെന്നും ആ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് എന്നുള്ള വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മളെ കമ്മീഷനോട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിതാ ഇപ്പോ പഠിച്ചത്. അങ്ങനെ കമ്മീഷൻ അതിനെ എല്ലാം പറ്റി പഠിച്ച് 2 വോള്യമുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. അതിലെ 1ാം ഭാഗത്ത് 18 ചാപ്റ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 2 വോള്യത്തില് 1ാമത്തെ വോള്യത്തില് 18 അധ്യായങ്ങൾ ഉണ്ടായിരുന്നു. 2ാമത്തെ പാർട്ടില് ആ അധ്യായങ്ങളുമായി ബന്ധപ്പെട്ട കുറെ ഇമേജസ്, സ്റ്റാറ്റസ് റിപ്പോർട്ട്, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ്, അതുമായി ബന്ധപ്പെട്ട എവിഡൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു 2ാം ഭാഗത്ത് കൊടുത്തിരുന്നത്. മനസ്സിലായോ? അപ്പോ ആ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ കംപ്ലീറ്റ് ആകും. മനസ്സിലായോ? അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നില്ലേ? അപ്പൊ പെട്ടെന്ന് നിങ്ങൾ ആലോചിക്കുക. അതായത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനോട് എന്തൊക്കെ കാര്യങ്ങളെ പറ്റി പഠിക്കാനാണ് സർക്കാർ ആവശ്യപ്പെട്ടത്? 1, യൂണിവേഴ്സിറ്റികളുടെ ലക്ഷ്യം, ഉദ്ദേശം എന്തൊക്കെയാണ്, അതിന്റെ രൂപീകരണം, അതിന്റെ കൺട്രോളിംഗ് എങ്ങനെയായിരിക്കണം, ഫംഗ്ഷൻസ് എങ്ങനെയായിരിക്കണം, ജുറിസ്ഡിക്ഷൻ എങ്ങനെയായിരിക്കണം, അവരുടെ ഫിനാൻസ് എങ്ങനെയായിരിക്കണം, എങ്ങനെ ഹയസ്റ്റ് സ്റ്റാൻഡേർഡ് ടീച്ചിങ്ങിലും എക്സാമിനേഷനിലും കൊണ്ടുവരാൻ പറ്റും, അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ അവിടെ കൊണ്ടുവരാൻ പറ്റും, അവിടെ ഫണ്ടമെന്റൽ റൈറ്റിനെ അഗെയിൻസ്റ്റ് ആയിട്ട് വരാത്ത രീതിയിൽ അഡ്മിഷൻസ് എങ്ങനെ നടത്താൻ പറ്റും, അതുപോലെ തന്നെ അവരുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എങ്ങനെയായിരിക്കണം, കൾച്ചർ, ഹിസ്റ്ററി, ലിറ്ററേച്ചർ, ലാംഗ്വേജ്, ഫിലോസഫി, ഫൈൻ ആർട്സിലൊക്കെ എങ്ങനെ ഉപരിപഠനം നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള വ്യവസ്ഥകൾ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും, അതുപോലെ റീജിയണൽ ബേസിസിൽ കൂടുതൽ യൂണിവേഴ്സിറ്റികൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം, റിസർച്ചിനകത്ത് കൂടുതൽ റിസർച്ച് സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടി സ്വീകരിക്കേണ്ട നടപടികൾ, അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ അത് ഏത് രീതിയിലായിരിക്കണം, എങ്ങനെയായിരിക്കണം, അതെങ്ങനെ കൺട്രോൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങള്, അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റികളിൽ നിലവിലുണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങള്. ഇനി ടീച്ചേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയായിരിക്കണം, കണ്ടീഷൻസ് ഓഫ് സർവീസ് എങ്ങനെയായിരിക്കണം, സാലറീസ് എങ്ങനെയായിരിക്കണം, പ്രിവിലേജസ് എങ്ങനെയായിരിക്കണം, അവരുടെ ഫംഗ്ഷനുകൾ എങ്ങനെയായിരിക്കണം. സോ ഇതിലൊക്കെയാണ് കമ്മീഷൻ എന്ത് പറഞ്ഞത്, കമ്മീഷനോട് എന്ത് പറഞ്ഞത്? റിപ്പോർട്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ വളരെ സിമ്പിൾ ആയിട്ട് തോന്നുന്നില്ലേ? 1948 ആണ്, 47 സ്വാതന്ത്ര്യം കിട്ടി, 48 രൂപീകരിക്കുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷൻ, അതുകൊണ്ട് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. ആദ്യത്തെ കമ്മീഷനാണ്, സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷമുള്ള ആദ്യത്തെ കമ്മീഷനാണ്. പിന്നെ അവരുടെ ടേംസ് ഓഫ് റെഫറൻസ് നമ്മൾ പഠിച്ചു, സെറ്റ് ആക്കി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി ഒരു സംശയം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ റെക്കമെൻഡേഷൻസ് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക് കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പൊ ഇതിന്റെ കൂടുതൽ ക്ലാസ്സുകൾ എല്ലാം ആപ്പിൽ വന്നിട്ടുണ്ട്.
ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഹെൻറി ആപ്പിന് സബ്സ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും എന്നറിയാം. അപ്പൊ ജസ്റ്റ് നിങ്ങൾ പോവാ, യൂണിവേഴ്സിറ്റി സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഫോൾഡർ ഉണ്ട്. അവിടെ എന്റെ ഇതേപോലുള്ള ഇതിന്റെ ബാക്കി ക്ലാസ്സുകൾ അവിടെ അവൈലബിൾ ആയിരിക്കും. അനിൽകുമാർ സാറിന്റെ 2ാമത്തെ മൊഡ്യൂളിന്റെ ക്ലാസ്സും അവിടെ അവൈലബിൾ ആയിരിക്കും. സോ സ്പെഷ്യൽ ടോപ്പിക് തന്നെ ഓർത്ത് നിങ്ങള് ഒരു തരത്തിലും പേടിക്കേണ്ട. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോമില് നമ്മൾ നിങ്ങൾക്ക് അത് പഠിപ്പിച്ച് സെറ്റ് ആക്കി തരും കേട്ടോ. ഓക്കെ, അപ്പൊ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്